ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാ നിത്യജീവിതത്തിൽ എല്ലാവരുടെയും പൊതു ശത്രുവായിട്ടുള്ള കൊതുകിനെ പറ്റിയാണ്. കൊതുക് കടി ഏൽക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അതിന് വലിപ്പ ചെറുപ്പമൊന്നുമില്ല, അത് ആരെയും കുത്തും. ഈ കൊതുകുകളുടെ കടിയിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിൽ വലിയ വിഷം വമിക്കുന്ന ഇലക്ട്രിക് വേപ്പറൈസറുകൾ മുതൽ പുകയുന്ന കൊതുക് തിരികൾ വരെ നമ്മൾ നമ്മുടെ സുരക്ഷയെ പോലും നോക്കാതെ മുറികളിൽ കത്തിച്ചു വെക്കും. പ്രതിമാസം നമ്മുടെ നല്ലൊരു തുകയും ഇതിനു വേണ്ടി ചിലവാകുന്നുണ്ട്. ഇവയൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ തീക്ഷ്ണത നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ ഇതൊക്കെ കത്തിച്ച് വെച്ച് ഈ കൊതുകിനെ ഓടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ കൊതുകിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ കൊതുക് തിരികളെ തന്നെ ആശ്രയിക്കുന്നത്. കൊതുകിൻ്റെ സഹായമില്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത രോഗങ്ങളാണ് മന്ത്, ചിക്കൻ ഗുനിയ, ഡെങ്കി, മലേറിയ, ജപ്പാൻ ജ്വരം ഇവയൊക്കെ. രോഗമുള്ള ആളുകളെ ഈ കൊതുകുകൾ കൊത്തിയ ശേഷം ആരോഗ്യമുള്ള ആളുകളിലേക്ക് 3 ആഴ്ച വരെ ഈ രോഗാണുക്കളെ പടർത്താനുള്ള ശേഷി കൊതുകുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കൊതുകുകടി പല സ്ഥലങ്ങളിൽ പോയിട്ട് കൊതുകുകടി കേൾക്കുമ്പോൾ പല രോഗങ്ങൾക്കും കാരണമാകുമെന്ന് പറയുന്നത്. മനുഷ്യ രക്തം കുടിക്കുകയും കൂടെ മാരക രോഗങ്ങളും സമ്മാനിക്കുന്ന ഇത്തരത്തിലുള്ള കൊതുകുകളെ നമ്മുടെ വീടുകളിൽ തന്നെ നിയന്ത്രിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. ഇതിനു വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീടുകളിലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിലും പല തരത്തിലുള്ള കുപ്പികളിൽ നമ്മൾ ചെടികൾ നട്ടുവെക്കാനായിട്ടും ചിരട്ടകളിലും എല്ലാം വെള്ളം കെട്ടി നിൽക്കും. ഇതെല്ലാം നമ്മൾ നശിപ്പിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ മീനുകളെ നിക്ഷേപിക്കാം. അതല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ, കുമ്മായം ഇതൊക്കെ വെള്ളത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ കൊതുകുകൾ വളരാനുള്ളൊരു സാധ്യത നശിക്കും. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അശുദ്ധ ജലം കെട്ടിക്കിടക്കുന്ന കുഴികളിലൊക്കെ ഒരുപാട് രോഗാണുക്കൾ പരത്തുന്ന കൊതുകുകളാണ് മുട്ടയിടുന്നത്. ഇവ രാത്രി കാലങ്ങളിൽ നമ്മളെ കടിച്ച് ഈ രോഗാണുക്കൾ ശരീരത്തിലേക്ക് കയറ്റിവിടും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരുപാട് ഹൗസിംഗ് കോളനികളിലും അങ്ങനെയുള്ള വലിയ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ പ്രത്യേകിച്ചും ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു സുരക്ഷിത മാർഗ്ഗമാണ് കൊതുക് വലകൾ. ഇപ്പം നവജാത ശിശുക്കളൊക്കെ ജനിച്ച് കിടക്കുന്ന റൂമുകളിലൊക്കെ സാധാരണ ഒരുപാട് പേര് കൊതുക് തിരികളൊക്കെ കത്തിച്ചു വെക്കുന്ന കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ കൊതുക് വല ഉപയോഗിച്ച് ഭദ്രമായിട്ട് പൊതിഞ്ഞ് തന്നെ വെക്കണം. നമ്മുടെ ജനലുകളും വാതിലുകളും അതുപോലെ കൊതുക് വലകൾ ഉപയോഗിച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊതുകുകൾ റൂമുകളിലേക്ക് കയറാതെ പോകും. അപ്പോൾ ഇത് നമുക്ക് വളരെ ശാശ്വതമായിട്ട് സുരക്ഷിതമായിട്ട് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ്. അതിന് പുറമെ നമുക്ക് ഇലക്ട്രിക് ബാറ്റൊക്കെ ഉപയോഗിക്കാം. അതും വളരെ ഫലപ്രദമാണ്. അടുത്തതായിട്ട് ഫോഗിങ്. അപ്പോൾ അതാണ് ഞാൻ പറയാനായിട്ട് വന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതാണ് പറയുന്നത്, ഫോഗിങ്ങിനെ പറ്റി. നമുക്ക് പുകയ്ക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കൊതുകിനെ നമുക്ക് അകറ്റി നിർത്താവുന്ന ഒരു മാർഗ്ഗമാണ് ഫോഗിങ്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള പുകയാണെങ്കിൽ പോലും കൊതുകിന് അവിടെ പുക വരുന്ന സ്ഥലത്തേക്ക് പറക്കാനുള്ള ഒരു സാഹചര്യം കുറവായിരിക്കും. അങ്ങനെ ഇത് നമ്മുടെ സന്ധ്യ നേരത്തൊക്കെ ആയിരിക്കും കൊതുകുകൾ ഒരുപാട് വരുന്നത്. അപ്പോൾ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറാതെ കൊതുകുകൾ പോകും. ഈ മഴക്കാലത്താണ് കൊതുകുകൾ നന്നായിട്ട് പെരുകുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ പുകയ്ക്കുന്ന ഒരു ശീലം ഉണ്ടാക്കണം. ഇങ്ങനെ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ പുകച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് ഈ കൊതുകുകൾ വരാതെ ദൂരേക്കൊക്കെ മാറിപ്പോകും. ഇതുവഴി നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങുന്നതിന് സാധിക്കും. അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൊതുകിനെ ഓടിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഇലകളാണ്. അപ്പോൾ ഈ ഇലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊതുകുകൾ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരത്തേയില്ല. നമുക്ക് വളരെ ഫലപ്രദമായിട്ട് കൊതുകുകളെ അകറ്റി നിർത്താനാകും. യാതൊരുവിധ കീടനാശിനികളുടെയും ഒരു സഹായവും ഇല്ലാതെ നമുക്ക് ഈ കൊതുകുകളെ ഓടിക്കാനാകും. കുറച്ച് സമയം ഒന്ന് മെനക്കെട്ടാൽ മാത്രം മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ്. അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ആദ്യം ഇതുപോലെ കുറച്ച് തൊണ്ട് പീസുകൾ കരുതി വെക്കുക. ഇപ്പോൾ തൊണ്ട് പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചകിരി ആയാലും മതി. അതിന് പുറമെ കുറച്ച് ചെറിയ വിറക് കഷ്ണങ്ങൾ എടുത്ത് വെക്കുക. അതല്ലെങ്കിൽ ചിരട്ടയുടെ പീസുകളായാലും മതി. അപ്പോൾ നമുക്ക് തീ നന്നായിട്ട് കത്തിച്ച് വെക്കുന്നതിനാണ്. ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ഈ പാത്രത്തിനുള്ളിലേക്കാണ് നമ്മൾ ഇത് പുകയ്ക്കാനായിട്ട് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് കൊണ്ട് നടക്കാനുള്ള സൗകര്യം ഇതുപോലെ ഒരു പിടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ സാധിക്കും. ഇതുപോലെ കുറച്ച് എണ്ണയിലോ അതല്ലെങ്കിൽ കർപ്പൂരമോ വല്ലോ വെച്ചിട്ട് നമ്മളൊന്ന് കത്തിക്കുക ആദ്യമായിട്ട്. അപ്പോൾ ഇത് ഞാനൊരു തിരിശില വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ചകിരിയൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കർപ്പൂരമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കും. അതിന് പുറമെ നമ്മൾ കുറച്ച് വിറകിൻ്റെ പീസുകൾ വെച്ച് കൊടുത്തു. ഇത് കുറച്ച് നേരം നിന്ന് പുകയണമെങ്കിൽ നമ്മൾ കട്ടിയുള്ള എന്തെങ്കിലും ഒരു വസ്തു അതിനകത്തേക്ക് വിറക് കഷ്ണങ്ങൾ വല്ലതും വെച്ച് കൊടുക്കണം. പേപ്പറൊന്നും വെക്കാനായിട്ട് പാടില്ല. പേപ്പറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കത്തി തീർന്ന ആ ഒരു മാത്രയിൽ തന്നെ നമ്മുടെ ഈ പുകയും നഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് തൊണ്ടുകൾ ഇതിൻ്റെ മുകളിലേക്കൊക്കെ വെച്ച് കൊടുക്കണം.
അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ഔഷധ ഇലകൾ വെച്ച് പുകയ്ക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് കത്തി ഇതിനെ ഒന്ന് പുകച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഞാനിത് കത്തിച്ച് വെച്ചപ്പോൾ ഇത് പുകകൾ വന്നു തുടങ്ങി, തീ അങ്ങ് അണഞ്ഞ് പുക വന്നു തുടങ്ങി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ഔഷധ ഇലകൾ വെച്ച് കൊടുത്ത് നന്നായിട്ട് ആ ഔഷധ ഇലകൾക്കിടയിലൂടെ ഈ പുക വരും. അപ്പോൾ ആ ഒരു പുക വരുമ്പോഴാണ് കൊതുകുകൾ ശരിക്കും നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നും ഓടിപ്പോകുന്നത്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ ഇലകളാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഏറ്റവും നല്ല കൊതുക് നാശിനിയായിട്ടുള്ളൊരു ഇലയാണ് വേപ്പില. അപ്പോൾ ഇത് സാധാരണ എല്ലാവരുടെയൊക്കെ വീടുകളിൽ കാണും. അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഇത് പിടിപ്പിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യത്തിന് ഇലകളൊക്കെ നുള്ളിയെടുക്കാം. ഇത് അടുത്തതായിട്ട് ഏറ്റവും നല്ലൊരു കൊതുക് നാശിനിയാണ് നമ്മുടെ കൊങ്ങിണി. ലണ്ടാന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് പല രാജ്യങ്ങളിലും കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നട്ട് വളർത്തിയാൽ പോലും കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നട്ട് വളർത്തുന്നുണ്ട്. ഇത് നമ്മുടെ തുളസി ഇല. അപ്പം സാധാരണ നമ്മുടെ വെള്ള തുളസിയോ അതല്ലെങ്കിൽ ചുവന്ന തുളസിയോ അത് ഏതായാലും ഒരേ കണക്കാണ് നമുക്കത് ഉപയോഗിക്കാം. ഇത് നമ്മുടെ ഞവരയില, പനിക്കൂർക്കയുടെ ഇല. ഇത് വളരെ നല്ലതാണ്. ഇത് നമ്മൾ നേരടി എടുത്ത് എവിടെയെങ്കിലും ഒരു ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ പ്രാണികളുടെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും. കൊതുകിനെ നശിപ്പിക്കാൻ ഇതിൻ്റെ ഒരു സ്മെല്ല് കൊതുകിന് വളരെയധികം ഹാംഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് കൊതുകുകൾ അധികം വരുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ഒരു പുകയ്ക്കേണ്ട പാത്രത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഈ പച്ചിലകൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത്രയും ഇലകൾ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു ഇല മാത്രം മതി. നമുക്ക് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് പുകച്ച് ഈ കൊതുകുകളെ ഓടിക്കാവുന്നതാണ്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഈ തുമ്പയുടെ ഇലയൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ തുമ്പയൊന്നും അധികം കാണാനായിട്ടില്ല നമ്മുടെ പ്രദേശത്തൊന്നും. അതുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. ഇനി ഇതുപോലെ പുക തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ പുക നമ്മുടെ വീടിനുള്ളിലും പുറത്തുമൊക്കെ നമ്മളൊന്ന് കൊണ്ട് നടന്ന് ഈ പുക എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കണം. അതല്ലാതെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ പുക വല്ലയിടത്തോട്ടുമൊക്കെ പോയി കഴിഞ്ഞാൽ കൊതുക് പോകത്തില്ല. നമ്മുടെ വീടിനുള്ളിലും പുറത്തുമൊക്കെ ഈ കൊതുകുകൾക്ക് ഒളിച്ചിരിക്കാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും വീടിനുള്ളിൽ ഫർണിച്ചറുകൾക്കടിയിലൊക്കെ കയറി ഒളിച്ചിരിക്കും. നമ്മൾ അന്നേരം ഈ അവിടെ ആ ഭാഗത്തൊക്കെ പുകച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. പിന്നീട് ഈ പുല്ലുകൾക്കിടയിലും ചെടികൾക്കിടയിലും നമ്മുടെ ഗാർഡനിലും ഒക്കെ ഇത് ഒന്ന് പുകയ്ക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടേക്കുള്ള ചെറിയ കൊതുകുകളായിരിക്കും, അതൊക്കെ ദൂരേക്ക് അകന്നു പോകും. അങ്ങനെ നമ്മുടെ വീടും പരിസരവും ഒക്കെ വളരെ വൃത്തിയായിട്ടിരിക്കും. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഫോഗിങ് ചെയ്യുന്നതൊരു ശീലമാക്കി കഴിഞ്ഞാൽ മഴക്കാലത്ത് വലിയ തോതിൽ രാത്രി കാലങ്ങളിൽ നമ്മുടെ വീടിനുള്ളിലേക്കൊന്നും കൊതുകുകൾ വരുന്നതായിട്ട് കാണുന്നില്ല. 4 ഇനം കൊതുകുകളാണ് രോഗവാഹകരായിട്ടുള്ളത്. അതിൽ തന്നെ ക്യൂലെക്സ് ഇനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത്. ഇത് അഴുക്ക് വെള്ളത്തിലാണ് മുട്ടയിട്ട് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും കാണും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെല്ലാം ഇത് മുട്ടയിടും. ഇതിലെ തന്നെ പെൺകൊതുകുകളാണ് മനുഷ്യരെ രക്തമൂറ്റി കുടിക്കുന്നത്. അടുത്തത് ഈഡിസ് എന്ന കൊതുകുകളാണ്. കറുത്ത ശരീരത്തിൽ വലിയ വരകളുള്ള ഒരു തരമാണ് ഈഡിസ് കൊതുകുകൾ. ഇത് കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെയാണ് ഈഡിസ് കൊതുകുകൾ കൂടുതലായിട്ട് പെരുകുന്നത്. അടുത്തതായിട്ട് അനോഫലിസ് എന്ന് പറയുന്ന കൊതുകുകളാണ്. അത് മലിനജലത്തിലും ശുദ്ധജലത്തിലും ഒരുപോലെ മുട്ടയിട്ട് പെരുകുന്നവയാണ്. അടുത്തത് മാൻസോണിയ എന്ന ഏറ്റവും വലിപ്പം കൂടിയ കൊതുകുകളാണ്. ഇത് സാധാരണയായിട്ട് കുളങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഈ പറഞ്ഞ കൊതുകിനങ്ങളെല്ലാം തന്നെ സന്ധ്യ നേരത്താണ് നമ്മുടെ വീടിനുള്ളിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായി ഈ ഔഷധ ഇലകൾ ഉപയോഗിച്ച് വളരെ സുരക്ഷിതമായ രീതിയിൽ പുകയ്ക്കൽ നടത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവയെ നിയന്ത്രിക്കാനാവും. ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ്. ഏറ്റവും ഫലപ്രദമായിട്ടും സുരക്ഷിതമായിട്ടും കൊതുകിനെ നിയന്ത്രിക്കാമെന്ന് തോന്നിയത് എനിക്ക് ഈ പുകയ്ക്കലിലൂടെയാണ്. അപ്പം എല്ലാവർക്കും ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്നതുമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.